ഞാനൊരു അടിപൊളി മുരിങ്ങാക്കായ പൊരിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങാക്കായ മുറിച്ച് അതിനെ ഒരു മൺചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെന്ത മുരിങ്ങാക്കായ ആ ഒരു വെള്ളത്തിൽ നിന്ന് ഊറ്റി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് ചൂടാവാൻ വെക്കണം. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് മുഴുവനായിട്ടൊന്ന് പൊട്ടി വരട്ടെ. നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഞാനതിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ളൊരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ ഞാനതിലേക്ക് റെഡ് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് പച്ചമണം മാറുമ്പോൾ ഞാനതിലേക്ക് ഈ ഒരു അടിച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങയുണ്ടല്ലോ അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു തേങ്ങയിൽ നിന്ന് നല്ല മൊരിഞ്ഞൊരു സ്മെല്ല് വരും. ഈ സമയത്ത് ഞാൻ ആ ഒരു മുരിങ്ങാക്കായ നമ്മൾ വെന്തത് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഞാനതിനെ കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമ്മൾ തുറക്കുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്കായ പൊരിയൽ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട്